നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ഡയൽ പാഡിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഡയൽ പാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീസെൻ്റ് നിങ്ങൾ കോൾ ചെയ്ത അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്തതിൻ്റെ റീസെൻ്റ് ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു നമ്പർ വെച്ച് ബാക്കി 2, 3ൻ്റെ ഒക്കെ താഴെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഓരോ അക്ഷരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ 2ൻ്റെ താഴെ ABC കാണിക്കുന്നുണ്ട്, 3ൻ്റെ താഴെ DEF കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും താഴെ ഓരോ അക്ഷരങ്ങൾ കാണിക്കുന്നുണ്ട്. പലർക്കും ഇതിൻ്റെ ഉപയോഗം അറിയില്ല. എന്താണ് ഉപയോഗം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ ഡയൽ പാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു ഉദാഹരണത്തിന് ഇതിൽ സേവ് ആയിരിക്കുന്ന ഒരു പേര് സെർച്ച് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഞാൻ ഒമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശീലിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒമാൻ എന്നുള്ള അക്ഷരം ഇപ്പോൾ നിലവിൽ 6-ലാണുള്ളത്. അപ്പോൾ ഞാൻ 6 ക്ലിക്ക് ചെയ്യണം. 6 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റ് ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഒമാൻ ഇനി M ആണ്. എമ്മും ഈ ഒരു 6-ൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഈ 6-ൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒമാൻ എന്നുള്ള OM ഇനി A ആണ്. അപ്പോൾ ഈ A ഉള്ളത് 2-ലാണുള്ളത്. അപ്പോൾ 2 ക്ലിക്ക് ചെയ്യണം. ഒമാൻ ഇനി ഒമാൻ എന്നുള്ള OMA കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത N ആണ്. അപ്പോൾ N വീണ്ടും 6-ൽ തന്നെയാണുള്ളത്. 6 വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഡയൽ പാഡിൽ ഈ ഒരു നമ്പറിൻ്റെ താഴെ ABC ഒക്കെ കാണിക്കുന്നതിൻ്റെ ഉപകാരം ഇതാണ്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരുപാട് ശീലിച്ചാൽ പെട്ടെന്ന് ഇതായിരിക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുക. അതുമാത്രമല്ല നിങ്ങൾക്ക് സ്വിച്ച് ഫോണിലൊക്കെ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.